ഹലോ ഫ്രണ്ട്സ്, സയൻസ് 2K19 എക്സ്പെരിമെൻ്റൽ എക്സ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വിസ്കസ് ബലത്തെ ആധാരമാക്കിയുള്ള ഒരു ചെറിയ പരീക്ഷണമാണ് കാണിക്കാൻ പോകുന്നത്. ഈ പരീക്ഷണം ചെയ്യാനായി നമുക്കാവശ്യമായ സാധനങ്ങൾ: തേൻ, ഗ്ലിസറിൻ, മണ്ണെണ്ണ, ഏതെങ്കിലും നിറത്തിലുള്ള ജലം, ഒരു ഗ്ലാസ് പ്ലേറ്റ് എന്നിവയാണ്. ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഒരറ്റത്ത് തേനിൻ്റെയും ഗ്ലിസറിൻ്റെയും മണ്ണെണ്ണയുടെയും ജലത്തിൻ്റെയും ഓരോ തുള്ളികൾ വീതം വ്യത്യസ്ത സ്ഥാനത്തായി എന്നാൽ ഒരേ വരിയിലായി ഞാൻ വീഴ്ത്തുകയാണ്. തേനിനേക്കാളും ഗ്ലിസറിനേക്കാളും ഒക്കെ വേഗത്തിൽ ജലം ഒഴുകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒഴുക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നാം കളറുള്ള ജലം ഉപയോഗിച്ചത്. ദ്രാവകങ്ങളുടെ ഒഴുക്കിൻ്റെ വേഗം വ്യത്യസ്തമാണല്ലോ. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ? ഗ്ലാസ് പ്ലേറ്റ് മൂലമുള്ള ഘർഷണം കൂടാതെ ഓരോ ദ്രാവകത്തിൻ്റെയും വിവിധ അടുക്കുകൾ തമ്മിലുള്ള ഘർഷണബലവും ഉണ്ട്. ഈ ഘർഷണബലമാണ് ഒഴുക്കിനെ തടയുന്നത്. ദ്രാവകങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി. ഇനി നമുക്ക് താപനില വിസ്കോസിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. 2 ടെസ്റ്റ് ട്യൂബുകളിലായി അല്പം തേൻ എടുക്കുന്നു. ഒരു ടെസ്റ്റ് ട്യൂബിലെ തേൻ ചൂടാക്കുന്നു. ചൂടുള്ള തേനും ചൂടാക്കാത്ത തേനും ഗ്ലാസ് പ്ലേറ്റിൻ്റെ 2 അറ്റങ്ങളിലായി ഒഴിക്കുന്നു. ഇവയുടെ ഒഴുക്കിൽ എന്ത് വ്യത്യസ്തതയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഗ്ലാസ് പ്ലേറ്റ് ചെരിച്ചു പിടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ചൂടാക്കിയ തേൻ ചൂടാക്കാത്ത തേനിനേക്കാൾ വേഗത്തിൽ ഒഴുകുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു.